ചൈന ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു, അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു. ഇന്ത്യക്ക് ഇപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ചൈനയും കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ പലപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇത് കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്ര വസ്തുതകളാണ്, ആർക്കും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ എടുത്താൽ, പ്രത്യേകിച്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടിയായിട്ടുള്ള F-22 റാപ്റ്റർ, F-35 ലൈറ്റ്നിങ് 2 ഇത് രണ്ടുമായിരിക്കും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരുന്നത്. അതിൽ തന്നെ F-22 റാപ്റ്റർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്രമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങളായിട്ടുള്ള ഇസ്രയേലിനോ ബ്രിട്ടനോ പോലും ഈ ഒരു എയർക്രാഫ്റ്റ് അമേരിക്ക കൊടുത്തിട്ടില്ല. ഏകദേശം 195 വരെ F-22 റാപ്റ്റർ അമേരിക്ക നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റ് എയർക്രാഫ്റ്റുകളെ പോലെയല്ല. ഈ F-22 എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് വാങ്ങുന്ന അത്രയും പൈസ വേണം. സാധാരണ ഒരു എയർക്രാഫ്റ്റ് വാങ്ങുന്ന അത്രയും പൈസ ഇതിന്റെ മെയിൻ്റനൻസിന് വേണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ തന്നെ 150 മുതൽ ഏകദേശം 200 മില്യൺ US$ ആവശ്യമാണ്. ഇതിന്റെ ഒരു തുക ഒന്ന് ഓർത്തു വയ്ക്കുക. 200 മില്യൺ US$ വേണം ഒരു F-22 റാപ്റ്റർ നിർമ്മിക്കാനായിട്ട്. ഇനി F-22 റാപ്റ്റർ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഒരുപാട് ആക്സിഡൻസ് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2002 ആദ്യത്തെ ക്രാഷ് ഉണ്ടാവുന്നത്. F-22 എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് US അവതരിപ്പിക്കുന്നത്. 2002 സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ആദ്യത്തെ ആക്സിഡന്റ് ഉണ്ടാവുന്നു. 2009 കാലിഫോർണിയയിൽ വെച്ച് അടുത്ത ആക്സിഡന്റ് ഉണ്ടാവുന്നു. 2010 അടുത്ത ആക്സിഡന്റ് അലാസ്കയിൽ വെച്ചുണ്ടാവുന്നു. 2020 അടുത്തത് ഫ്ലോറിഡയിൽ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. 2023 ഫ്ലോറിഡയിൽ വെച്ചിട്ട് മറ്റൊരു F-22 റാപ്റ്റർ കൂടി അപകടത്തിൽപ്പെടുന്നുണ്ട്. 11ഓളം F-22 റാപ്റ്ററുകളാണ് ഇപ്രകാരം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഓക്സിജൻ സിസ്റ്റം ഫെയിലിയർ, സോഫ്റ്റ്വെയർ ബഗ്സ്, മെക്കാനിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഈ എയർക്രാഫ്റ്റുകൾ അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം. അതായത് 2023 പോലും ഈ ഒരു യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന യുദ്ധവിമാനം പോലും തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ അതിന് പോലും തടയാൻ കഴിയുന്നില്ല. ആ യുദ്ധവിമാനം പോലും അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്നത് ടോട്ടൽ 18ഓളം ക്രാഷുകൾ നേരിട്ടിട്ടുണ്ട്. അതായത് ഇത് വളരെയധികം മുന്നിലാണ് ഈ ഒരു അപകടങ്ങളുടെ കാര്യത്തിൽ. 2018, 19, 20, 22, 23 ആയിട്ട് ധാരാളം ഈ F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇലോൺ മസ്ക് 2 ദിവസം മുമ്പ് കൂടി പറഞ്ഞു, ഇതൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് നമുക്ക് ഡ്രോണുകൾ നിർമ്മിക്കാം, അതാണ് ഏറ്റവും നല്ലത്, ഇനിയുള്ള കാലത്ത് അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് ഇലോൺ മസ്ക് പറയുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഓൾറെഡി ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരാജയമാണെന്ന് ഒരിക്കലും അമേരിക്കൻ ഗവൺമെന്റിന് സമ്മതിക്കാൻ കഴിയില്ല. ലോകത്തിന് മുമ്പിൽ അവരുടെ എല്ലാ ഇമേജും അത് തകർത്ത് കളയും. സത്യത്തിൽ ഇനിയുള്ള കാലത്ത് ഈ 5ഉം 6ഉം 7ഉം തലമുറ യുദ്ധവിമാനങ്ങളെക്കാൾ അപകടകരമായി മാറാൻ പോകുന്നത് മാസ് പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്ന ഡ്രോൺ മേഖലയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10,000 ഡ്രോണുകൾ വരികയാണെന്ന് കരുതുക. അതിനെ നേരിടാൻ 1000 അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നും കരുതുക. പറയാം അതിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ട്, ബിയോണ്ട് വിഷ്വൽ റേഞ്ചിന് അപ്പുറത്ത് ഉള്ള ടാർഗറ്റുകളെ അതിനെ ആക്രമിക്കാൻ കഴിയും, അല്ലെങ്കിൽ ചിലതിന് നല്ല രീതിയിൽ ഡോഗ് ഫൈറ്റുകൾ കാഴ്ചവെക്കാൻ പറ്റും. അങ്ങനെ എക്സെട്ര ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊന്നിൻ്റെയും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്വയം ഒരു ക്വാളിറ്റി ആയിട്ട് മാറും. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഉറുമ്പെന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല, 10 ആയാലും കുഴപ്പമില്ല. എന്നാൽ നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ റൂം നിറയെ ഉറുമ്പാണെന്ന് കരുതുക. ആ റൂമിൽ നമുക്കൊരു കാല് വെക്കാൻ പറ്റാത്തത്രയും ഉറുമ്പാണെന്ന് കരുതുക. ആ സമയത്ത് നമ്മൾ മനുഷ്യൻ നിസ്സഹായരായിട്ട് മാറും. സംഗതി ചെറിയൊരു ഉറുമ്പാണ്, നമ്മളിത് ആ കൈകൊണ്ട് ഇങ്ങനെ ഞെരിച്ചമർത്തി കൊന്നുകളയുന്ന ഒരു വസ്തുവാണ്. അല്ലെങ്കിൽ കൊതുകിന്റെ കാര്യം തന്നെ എടുക്കും, നമ്മൾ അടിച്ചു കൊന്നിടുന്ന കൊതുക്. നമ്മളൊരു അടച്ചിട്ട മുറിയിലേക്ക് കയറുന്നു, ആ മുറി നിറയെ കൊതുകാണെങ്കിൽ നമ്മൾ അവിടെ നിസ്സഹായരാണ്, നമ്മൾ എത്ര സമയം ഫൈറ്റ് ചെയ്യും? അതുപോലെയാണ് എയർക്രാഫ്റ്റുകളുടെ കാര്യം. ഇത് ഞാൻ പറയുന്നതല്ല, വിദഗ്ധരായിട്ടുള്ള, പ്രതിരോധ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് നടത്തുന്ന വിശകലനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് 10,000 കണക്കിന് ഡ്രോണുകളുടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു യുദ്ധ സാഹചര്യത്തിൽ
ആളില്ലാ ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രംഗപ്രവേശം ചെയ്യുമ്പോൾ മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന 5ഉം 6ഉം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കുന്നതിന് പരിമിതികളുണ്ട്. എന്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചൈനയെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ചൈനയ്ക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചൈന വൻ തോതിലാണ് ഡ്രോണുകൾ നിർമ്മിച്ചു കൂട്ടുന്നത്. അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരൊട്ടും ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മളും ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്. മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമെന്ന് മാത്രമല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഇവ നിർമ്മിക്കാനും കഴിയും. ഒരു F-22 റാപ്റ്റർ നിർമ്മിക്കുവാൻ അമേരിക്കയ്ക്ക് $200 മില്യൺ വേണമെങ്കിൽ അത്യാധുനികമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ $5 മില്യൺ പോലും പലപ്പോഴും വേണ്ടിവരില്ല. ചൈനയും ഇന്ത്യയും വളരെ ചിലവ് കുറച്ച് ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ദോഷം പറയരുതല്ലോ, തുർക്കിയും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. നോക്കൂ, തുർക്കിയാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യയെക്കാൾ മുമ്പിലായിരുന്നു തുർക്കി ഡ്രോണിന്റെ നിർമ്മാണ കാര്യത്തിലെങ്കിൽ ഇന്ന് തുർക്കിയെ മറികടക്കുന്ന നിലയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായ ഈ ഒരു രംഗത്തെ പുരോഗതി എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ഡ്രോണുകൾ, നമ്മൾ ഒരുപാട് ഡ്രോണുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. DRDO നിർമ്മിക്കുന്ന ഘാതക് എന്ന് പറയുന്ന സ്റ്റെൽത്ത് കാപ്പബിലിറ്റിയുള്ള ഡ്രോണുകൾ വളരെ അപകടകാരികളാണ്. ഈ ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഇവയ്ക്ക് വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. സ്മാർട്ട് ബോംബ്സ് യൂസ് ചെയ്യാൻ പറ്റും, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കാൻ സാധിക്കും. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള AI ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന എഞ്ചിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ കാവേരി എഞ്ചിന്റെ മോഡിഫൈഡ് വെർഷനാണ്. അതായത് നമ്മുടെ സ്വന്തം എഞ്ചിനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു രാജ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. സമാനമായ രീതിയിൽ ഒരു 10-15ഓളം തരത്തിലുള്ള ഡ്രോണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു വലിയ ഡ്രോൺ പവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാഹചര്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. ഒരു 10,000 ഇന്ത്യയുടെ ഘാതക് ഡ്രോണുകളും ഒരു 500 അമേരിക്കയുടെ F-22 റാപ്റ്ററും തമ്മിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ, നമുക്കറിയാം F-22 റാപ്റ്റർ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അതിന് ഒരുപാട് കാപ്പബിലിറ്റീസ് ഉണ്ട്, എന്നാൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. അവിടെയാണ് നമ്പറിന്റെ കളികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു F-22 റാപ്റ്ററിന് വഹിക്കാൻ കഴിയുന്ന മിസൈലുകളുടെ എണ്ണത്തിന്, അതിന് വഹിക്കാൻ കഴിയുന്ന ആയുധങ്ങളുടെ എണ്ണത്തിന് പരിമിതികളുണ്ട്. അതിന് എത്ര മോഡേൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാലും അതൊരു മനുഷ്യൻ ചലിപ്പിക്കുന്ന, മനുഷ്യൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. അതിലുപരിയായിട്ട് അതിന് ധാരാളം പരിമിതികളുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പല ഭാഗത്തു നിന്നായിട്ടുണ്ടാവുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ സമയം പ്രതിരോധിക്കാൻ F-22 റാപ്റ്ററിന് കഴിയില്ല. ആദ്യഘട്ടങ്ങളിൽ ധാരാളം ഡ്രോണുകളെ നശിപ്പിക്കാൻ F-22 കഴിയും. എന്നാൽ ഈ ഒരു യുദ്ധത്തിന്റെ സമയം, ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എണ്ണം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് മാറും. ഡ്രോണുകൾക്ക് ആത്മഹത്യ ചെയ്യാനും പറ്റും, സ്വയം പൊട്ടിത്തെറിക്കാൻ പറ്റും. അത് ഈ ഒരു യുദ്ധ സാഹചര്യങ്ങളിൽ ഈ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്ന 5ഉം 6ഉം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പോലും വലിയൊരു ഭീഷണി സൃഷ്ടിക്കും. അവിടെയാണ് ഇലോൺ മസ്ക് പറയുന്നത് നമുക്ക് ഡ്രോണുകൾ നിർമ്മിക്കാം, എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് ഒക്കെ എടുത്ത് ദൂരെ എറിയൂ എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും 5ാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്ന F-35 ലൈറ്റ്നിംഗ് 2 പൂർണ്ണമായ തോതിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, അമേരിക്ക ഓൾറെഡി പറയുന്നു അവർ 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചിരിക്കുന്നു, F-22 റാപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് F-35 ലൈറ്റ്നിംഗ് 2 എന്ന് പറയുന്ന അവരുടെ 5th ജനറേഷനിൽ വരുന്ന എയർക്രാഫ്റ്റിനെ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്തത്? റഷ്യയുടെ, അതായത് പഴയ സോവിയറ്റിന്റെ യുദ്ധവിമാനങ്ങളായിട്ടുള്ള MiG-21 തകർന്നു വീഴുന്നത് പോലെയാണ് അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന് പറയുന്ന നമ്മുടെ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ വളരെ പുരാതനമായിട്ടുള്ള ഒരു സോവിയറ്റ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ താരതമ്യേന മോഡേൺ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെ തകർത്ത് കളഞ്ഞത്. അമേരിക്ക ഇക്കാര്യം നിഷേധിച്ചുവെങ്കിലും ഇന്ത്യ തെളിവ് സഹിതം ലോകത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതുമാണ്. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. നോക്കൂ, ഇന്ത്യയുടെ അഭിനന്ദൻ വർദ്ധമാൻ മാത്രമല്ല, 2009-ലും 2013-ലും 2014-ലും ഒക്കെ ആയിട്ട് ചില റിപ്പോർട്ടുകൾ വന്നു. അതായത് 2009 ഈ ഫ്രഞ്ച് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള റഫേൽ യുദ്ധവിമാനം, നമ്മൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള യുദ്ധവിമാനം, ഈ യുദ്ധവിമാനം ഒരു അമേരിക്കയുടെ F-22 റാപ്റ്ററിനെ ലോക്ക് ചെയ്തു. അതായത് ഒരു ഡോഗ് ഫൈറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരു റിയൽ യുദ്ധമായിരുന്നു നടക്കുന്നതെങ്കിൽ F-22 റാപ്റ്ററിനെ തകർത്ത് കളയാനായിട്ട് റഫേൽ യുദ്ധവിമാനത്തിന് കഴിയുമായിരുന്നു. അത് UAE-യിൽ നടന്ന ഒരു പരിശീലന വേദിയായിരുന്നു സ്ഥലം. അവിടെ വെച്ചിട്ടാണ് F-22 റാപ്റ്ററിനെ ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള റഫേൽ യുദ്ധവിമാനം, അതായത്
ശരിക്കുള്ള യുദ്ധമായിരുന്നെങ്കിൽ ആ സമയത്ത് അതിനെ കൃത്യമായിട്ടും തകർത്ത് കളയാൻ പറ്റുമായിരുന്നു. കാരണം സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതാണ് F-22 എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള റഫേൽ യുദ്ധവിമാനത്തിന് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു F-22നെ ലോക്ക് ചെയ്യാൻ പറ്റി. ഇത് ഭയങ്കരമായിട്ട് വലിയ ചർച്ചയൊക്കെ ആയതാണ്. ആ സമയത്ത് ഇതിന്റെ വീഡിയോകളൊക്കെ ഫ്രാൻസ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ. അത് ഈ ഒരു ടെക്നോളജിയുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കൂടുതൽ ഈ വിഷയത്തിൽ നോളജ് ഉള്ള ആൾക്കാർക്കിടയിൽ വളരെയധികം ചർച്ചയായതാണ്. അമേരിക്ക അതിനെ ന്യായീകരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും സത്യത്തിൽ ഇത് തന്നെ ആകാം ഇന്ത്യയെ ഈ ഫ്രാൻസിൽ നിന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5th ജനറേഷൻ 6th ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തികഞ്ഞ യുദ്ധവിമാനങ്ങളല്ല. രണ്ടാമത് ഇത് പറത്തുന്നയാളുടെ പരിശീലനം, ആ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള പരിശീലനം വളരെ പ്രധാനമാണ്. ഇനി എത്ര മികച്ച എയർക്രാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അറിവില്ലാത്ത അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് അല്ലാത്തൊരു ആളാണ് ആ ഒരു യുദ്ധവിമാനം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാൾ താരതമ്യേന കുറഞ്ഞ വെർഷനിലുള്ള ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ തകർക്കാൻ പറ്റും. F-16 അങ്ങനെയാണ് നമ്മുടെ ഒരു പഴഞ്ചൻ സോവിയറ്റ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തകർത്തത്. അത് ഏറ്റവും ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ US ഉൾപ്പെടെ 5ഉം 6ഉം തലമുറ എന്നൊക്കെ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ വലിയൊരു ചലഞ്ചിനെ നേരിടുകയാണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇത് വെറുതെ ആയിപ്പോയോ എന്നൊരു ചോദ്യം കൂടി അവരുടെ മുമ്പിലുണ്ട്. ഇത് തന്നെയാണ് ചൈനയും ഫേസ് ചെയ്യുന്നത്. കാരണം ഗെയിം മാറിക്കളഞ്ഞു. പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഡ്രോണുകൾ ഇത്രയേറെ യുദ്ധങ്ങളിൽ നിർണായകമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നോക്കൂ, എങ്ങനെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പലയിടങ്ങളിലും തിരിച്ചടി നേരിട്ടതെന്നറിയോ? ഇതേ ഡ്രോണുകൾ കാരണമാണ്. റഷ്യയുടെ മില്യൺ കണക്കിന് US$ കൊണ്ട് അവർ നിർമ്മിച്ചിട്ടുള്ള അവരുടെ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് യുക്രൈൻ പറത്തിവിടുന്നു. ഇത് വന്ന് നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയുന്നു. കൂടുതലും ആത്മഹത്യാ ഡ്രോണുകളാണ്. വരുന്നു, ഇതിൽ പറ്റുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വീഡിയോകളൊക്കെ ഒരുപാട് നമുക്ക് ഇന്ന് X.com-നകത്തും യൂട്യൂബിനകത്തും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് പുതിയ യുദ്ധ രീതികൾ, യുദ്ധതന്ത്രങ്ങൾ ഇതൊക്കെയാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ്. സത്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങളുടെ ഒരു പരിശീലന കളരി കൂടിയാണ്. ഏതൊക്കെ ആയുധങ്ങൾ ഇനിയുള്ള യുദ്ധങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലാണ് യുദ്ധങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്, അവിടെയാണ് ഇന്ത്യ വളരെ വേഗത്തിൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോണുകൾ ഇനിയുള്ള യുദ്ധങ്ങളിൽ വളരെ നിർണായകമാണെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. അവിടെയാണ് ഘാതക് പോലെയുള്ള നമ്മുടെ ഡ്രോണുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ നമ്മൾ 5ാം തലമുറ നിർമ്മിച്ചില്ല അല്ലെങ്കിൽ 6ാം തലമുറ നിർമ്മിച്ചില്ല എന്ന് പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ടതില്ല. എയർക്രാഫ്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം ഇനിയുള്ള കാലത്ത് പവർഫുൾ ആയിട്ടുള്ള ഡ്രോണുകളാണ്. എന്തായാലും ആ കാര്യത്തിൽ വികസിത രാജ്യങ്ങളോടൊപ്പം എത്താൻ പറ്റുന്ന നിലയിലേക്ക് ഇന്ത്യയും മുന്നേറുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്വന്തമായിട്ട് 5ഉം 6ഉം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ സാധിക്കും. US-നെയും ചൈനയും റഷ്യയും പോലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.